ഫ്രണ്ട്സ് എല്ലാവർക്കും RJJ ഹാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അയൺ ടാബ്ലറ്റ്സിൽ നിന്ന് നമ്മൾ അയൺ എടുക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ കുറച്ചും കൂടെ ഇത് ചെയ്ത് അയൺ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ചിലപ്പോൾ ആ മരുന്നും കൂടെ ചേർന്നാണ് അതിൽ നിന്ന് വന്നത്. ഇപ്രാവശ്യം നമ്മൾ അയൺ മാത്രമാണ് അതിൽ നിന്ന് എടുക്കണം. വെള്ളത്തിൽ മിക്സ് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. വീട്ടിൽ നിങ്ങൾ കാണാൻ സാധിക്കും, ഞാൻ ആ ക്യാപ്സ്യൂളിനകത്ത് നിന്ന് ആ പൊടി എടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് മാഗ്നറ്റ് വെച്ച് നോക്കിയത്. ഇപ്രാവശ്യം ആ പൊടി നമ്മൾ വെള്ളത്തിൽ കലക്കി അതിൽ നിന്ന് മാത്രം നമ്മൾ മാഗ്നറ്റ് എടുക്കുക. അപ്പം ആ മരുന്നൊക്കെ വെള്ളത്തിൽ മിക്സായി പോകും. അപ്പം നമുക്ക് ഇരുമ്പ് മാത്രമായിട്ട് കിട്ടും. അപ്പം ഇതാണ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. അപ്പം നമ്മൾ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വേറൊരു മരുന്നാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ വേറൊരു ടാബ്ലറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രണ്ടും നോക്കാം. ഇത് കംപ്ലീറ്റ് പൊടിയല്ല, കുറച്ച് ബോൾ പോലെയാണ് ഇരിക്കുന്നത്. ഇതിലിതാ കുറേ 3 കളേഴ്സ് ഉണ്ട്. അതിൽ ബ്ലാക്ക് കളറാണ് മാഗ്നറ്റ്. അപ്പോൾ നമുക്കിത് ഒരെണ്ണം കൂടെ നമുക്ക് പൊട്ടിച്ചിടാം. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ഇപ്പം ഏകദേശം ബാക്കിയെല്ലാം അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ബ്ലാക്ക് മാത്രമാണ് ഇപ്പോൾ അങ്ങനെ നിൽക്കുന്നത് അവിടെ. ഫ്രണ്ട്സിൻ്റെ കളറെല്ലാം മാറി, നേരത്തെ പോലെയല്ല ഇപ്പോൾ ഉള്ളത്. ആ മരുന്നൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ആ വെള്ളം നമുക്ക് കളയാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും, ഇപ്പോൾ അതിനകത്ത് അയൺ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ആ വെള്ളത്തിൽ ഒലിച്ചു പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണക്കിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു പേപ്പറിൻ്റെ മുകളിലാണ് അത് ഉണങ്ങാൻ വേണ്ടി ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പം നമുക്കിനി കുറച്ച് നേരം ഉണങ്ങിയിട്ട് നോക്കാം. പിന്നെ ഫ്രണ്ട്സ്, ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു എക്സ്പെരിമെൻറ്റ് നോക്കാം. ഇതിലെ ക്യാപ്സ്യൂളിൻ്റെ ആ റെഡ് കളർ ഭാഗം ഉണ്ടല്ലോ, അത് വെള്ളത്തിലിട്ടാൽ എന്താവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ എടുത്ത അയൺ ക്യാപ്സ്യൂളിൻ്റെ ആ റെഡ് കളർ ക്യാപ്സ്യൂളിൻ്റെ ഇതാണ്. അപ്പോൾ നമുക്കിത് വെള്ളത്തിലിട്ടാൽ എന്ത് പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇത് വെള്ളത്തിട്ട് വയ്ക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് ആ കളറൊക്കെ നമ്മൾ പതിയെ ഒലിച്ച് വരും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഫുള്ളും അത് റെഡ് കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മിക്സ് ചെയ്തൊന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് കയ്യിലെടുത്ത് നോക്കിയപ്പോൾ ഒരുമാതിരി ജെല്ലി പോലെയാണ് ഇരിക്കുന്നത്. ഫ്രണ്ട്സ്, ആ സമയം കൊണ്ട് നമ്മുടെ മറ്റേ ആ ആ ഇരുമ്പൊക്കെ നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി അത് മാഗ്നറ്റ് വെച്ച് നമുക്കിത് ഒട്ടുന്നുണ്ടോ ഇല്ലെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്തായാലും ഒട്ടുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇതിൻ്റെ പാർട്ട് 2 ഒക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ 3 വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. അതിൽ നിന്ന് അത് മാത്രം നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, അതിൻ്റെ ബാക്കിയുള്ള ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, ക്യാപ്സ്യൂളിൻ്റെ ആ തൊലി, ആ ചുവപ്പ് കളർ, അത് നമ്മൾ വെള്ളത്തിട്ട് നല്ല റെഡ് കളറിൽ വന്നിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ഉണ്ട്, ഫുഡ് കളറായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ എക്സ്പെരിമെൻറ്റ് സക്സസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.
ഇതേപോലെ ഇനി നല്ല വീഡിയോസിനെ RJJ ഹാക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യൂ. അപ്പം അടുത്ത വീഡിയോയിൽ ബൈ. പിന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ കണ്ടൻറ്റ് വേണമെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റ് ഏതാണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം.